യെസ്, മറ്റേ സെയിൽ നടക്കുന്ന അപ്പുറത്താ. ഓക്കെ, അതെന്താ ക്ലിയറൻസ് സെയിലാ? നമുക്ക് ഇയർ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ റണ്ണിങ് അല്ലേ, അതിൻ്റെതായിട്ടുള്ള ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ്. ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയർ ബാക്ക് വെഹിക്കിൾസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സിലാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മോഡൽ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. നമ്മൾ ഒരുവിധം എല്ലാ മോഡൽസും അവൈലബിൾ ആണ്. 24-25 വെഹിക്കിൾസ് ആണ് കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടിനകത്ത് ഓഫേഴ്സ് ഉണ്ട്. 25-നകത്ത് നോർമൽ രീതിക്ക് വരുന്ന ഡിസ്കൗണ്ട്സ് ഉണ്ട്. 24 ആകുമ്പോൾ കുറച്ചും കൂടി ഡിസ്കൗണ്ട്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതെന്നേരം ലൈക്ക് ഒരു മിഡ് അടുത്ത വർഷം ആവുമ്പോഴത്തേക്കാണോ കഴിഞ്ഞ വർഷത്തെ എല്ലാം സീറ്റാക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ ഇയർ ബാക്ക് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മാർച്ച് ആയല്ലോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആണെങ്കിലും ഫിനാൻഷ്യൽ ഇയർ എൻ്റെ ആവാറായി. ഇപ്പൊ ഏപ്രിൽ ഓൺവേർഡ്സ് പുതിയ ഫിനാൻഷ്യൽ ഇയർ അല്ലേ, ടാക്സസ് ഡിഫറൻസോ അല്ലെങ്കിൽ പ്രൈസ് ഹൈക്കോ ഒക്കെ വരുന്നതിന് മുന്നായിട്ട് ആണ് നമുക്ക് ഇതൊന്ന് മാക്സിമം ഡിസ്കൗണ്ട്സിലൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ വണ്ടിയുണ്ടല്ലേ. അത്യാവശ്യം നമ്മളെ യാർഡാണ്. ന്യൂസ് തന്നെ ഇതെല്ലാം സെയിലിനുള്ളതാണോ? എല്ലാ ഇയർ ബാക്ക് വെഹിക്കിൾസ് ആണ് കിടക്കുന്നത്. എല്ലാ സെയിലുള്ള വെഹിക്കിൾസ് തന്നെ 25-24 മോഡൽസ് ആണ്. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത്രയാണ് നമ്മൾ 24 മോഡൽസ് വരുന്നത്. ഓക്കെ, ഓക്കെ. ഇതിന്റെ ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് എല്ലാത്തിനും സെയിം ആണോ? അതോ എല്ലാത്തിനും സെയിം അല്ല, നമുക്ക് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ന്യൂസിനകത്ത് തന്നെ നമുക്ക് ബേസ് വേരിയന്റ് വരുന്നുണ്ട്, CNG വേരിയൻസ് ഉണ്ട്, മാനുവൽ വേരിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്. പലതിനും പല ഡിഫറെന്റ് ഓഫേഴ്സ് ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 43,000 ഓൺവേർഡ്സ് ഒരു 68,000 വരെ വരുന്ന ഡിസ്കൗണ്ട്സ് ന്യൂസിന് മാത്രം. വേരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യല്ലേ? വേരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് ഒരു എൻലൈനും ഒരു നോർമൽ ആണ് കിടക്കുന്നത്. ഓപ്ഷൻ ആണ് കിടക്കുന്നത്. ഫുൾ ഓപ്ഷൻ ഡ്യുവൽ ടോൺ ആണ്. ഫെറി റെഡ് പ്ലസ് ബ്ലാക്ക് ആണ് കിടക്കുന്നത്. എൻലൈൻ N6 ആണോ? എൻലൈൻ N6 ആണ് കിടക്കുന്നത്. ഓക്കെ, ഇതിനെങ്ങനെയാണ് ഡിസ്കൗണ്ട്സ് ഒക്കെ വരുന്നത്? ഡിസ്കൗണ്ട്സ് എൻലൈൻ വരുമ്പോഴത്തേക്ക് അപ് ടു നമുക്ക് 45,000 ഡിസ്കൗണ്ട്സ് ആണ് വരുന്നത്. IMT ആണോ അതോ ക്ലച്ച് ഉള്ളതാണ്? നോർമൽ മാനുവൽ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. എല്ലാം അത്യാവശ്യം അധികം പഴക്കമൊന്നുമില്ല. എല്ലാം നമുക്ക് നിയർലി ഒരു നവംബർ ഡിസംബർ അതിനകത്തൊക്കെ വരെ വന്നിട്ടുള്ള വെഹിക്കിൾസ് ആണ് മാക്സിമം കിടക്കുന്നത്. ഓക്കെ, ഇതാകുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു വണ്ടി വന്ന് ഓർഡർ ചെയ്ത് കണ്ടാണല്ലോ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പോകുന്ന വണ്ടി നേരിട്ട് കണ്ട് നോക്കി ഓടിച്ച് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് അലൗഡല്ല, കാരണം പക്ഷേ ഇവിടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാൻ പറ്റും. ഒന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് റേഞ്ചർ കാക്കി നമ്മൾ എക്സ്ട്രനകത്തും മറ്റേ ഡിഫൻഡറിനെയൊക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ SX ടെക് എന്ന് പറയുന്ന വേരിയന്റ് ഡീസലിനകത്ത് കിടക്കുന്ന മാനുവൽ വേരിയന്റ്. ഇത് ഓവറാ നമ്മൾ ഓടിച്ചു. പിന്നെ വെന്യൂ കിടപ്പുണ്ട്. അത് രണ്ട് നിയോസ് തന്നെ. അത് രണ്ട് നിയോസ്. എക്സ്റ്റേണൽ ഡിസ്കൗണ്ട്സ് ലൈക്ക് ഇയർ ബാക്ക് ഒന്നും വരുന്നില്ല. ഇയർ ബാക്ക് എക്സ്ട്രാ കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സ്റ്റോക്ക് കുറഞ്ഞു വന്നേ ഉള്ളൂ. എന്തെങ്കിലും കിടപ്പുണ്ട്. അത്യാവശ്യം വേരിയൻസ് ഒക്കെ എസിനകത്തൊക്കെ കിടപ്പുണ്ട്. എസ് പിന്നെ ഫുൾ ഓപ്ഷൻ ഒക്കെ ആയിട്ടുള്ള വെഹിക്കിൾസിനകത്ത് ഇയർ ബാക്ക് കിടപ്പുണ്ട്. അതൊക്കെ ലൈക്ക് ന്യൂലി ഡെലിവറിക്കുള്ള പുതിയ 2025 മോഡൽ വെഹിക്കിൾസ് ആണ് കൂടുതൽ കിടക്കുന്നത്. എക്സ്റ്റർ തന്നെ ഒരു കളക്ഷൻ ഉണ്ട്. എക്സ്റ്റർ നല്ല സെയിൽസ് ഉണ്ടല്ലോ. എക്സ്റ്ററിനകത്ത് അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ട്. കാരണം ആ ഇറങ്ങിയപ്പം തൊട്ടിപ്പം വരെയും എക്സ്റ്ററിനകത്ത് ആ ഒരു സെഗ്മെന്റിൽ നല്ല രീതിക്കുള്ള സെയിൽസ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും പുതിയ ഹ്യുണ്ടായി വെഹിക്കിൾസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനായകനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ കൊടുത്തേക്കാം. സോ നിങ്ങളിപ്പം ഇത് 24 മോഡൽസ് ആണെങ്കിലും 25 ആണെങ്കിലും ലൈക്ക് നല്ല ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ വൺ, ഡു കോൺടാക്ട് ഹിം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് എന്ന് വരെ ഉണ്ട് സെയിൽ? ഇത് നമുക്ക് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കറന്റ് ഇത് സെയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ഓക്കെ. അന്നേരം ആരെങ്കിലും ഹ്യുണ്ടായി വെഹിക്കിൾസ് ഈ ഇപ്പോൾ പറഞ്ഞ വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട്. താങ്ക് യു.